TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ MTP എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് MTP? Intentional or voluntary termination of pregnancy before full term is called MTP or induced abortion. MTP എന്ന് പറയുന്നത് അബോർഷനാണ്. കുഞ്ഞിനെ വളരാൻ അനുവദിക്കാതെ അമ്മയുടെ യൂട്രസിനകത്ത് വെച്ച് തന്നെ അതിനെ നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇന്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ആണ്. ഇന്റൻഷണൽ എന്ന് പറയുമ്പോൾ എന്താ? മനഃപൂർവം, നിർബന്ധപൂർവം, അല്ലെങ്കിൽ വോളണ്ടറി, സ്വന്തം ഇഷ്ടപ്രകാരം. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ആ ഒരു ഗർഭം ഇല്ലാതാക്കുക. ബിഫോർ ഫുൾ ടേം, പൂർണ്ണമായിട്ടും വളർച്ചയിൽ എത്തുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് MTP അഥവാ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്നുള്ള ഒരു ടേമും ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 45 to 50 million MTPs are performed in a year all over the world. ലോകം മൊത്തം ഒരു വർഷത്തില് 45 മുതൽ 50 മില്യൺ MTPs നടക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ വിച്ച് അക്കൗണ്ട്സ് ടു 1/5 of the total number of conceived pregnancies in a year. ഒരു വർഷത്തില് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഗർഭധാരണത്തില് അതില് 1/5 ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 45 to 50 million MTPs are performed in an year all over the world, which accounts to 1/5 of the total number of conceived pregnancies in a year. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഈ ഒരു പ്രക്രിയ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്, നിയമപ്രകാരം അനുവദിച്ചിട്ടുണ്ട് 1971 മുതൽ, വിത്ത് സം സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ടു അവോയ്ഡ് ഇറ്റ്സ് മിസ്യൂസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ്, കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു പ്രോസസ്സ് ചില സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് 1971 അതിന്റെ നിയമപ്രകാരം അനുവദിച്ചിട്ടുണ്ട്, വിത്ത് സം സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ടു അവോയ്ഡ് ഇറ്റ്സ് മിസ്യൂസ്. അതിനെ മിസ്യൂസിനെ തടയണം. എന്ത് കാര്യത്തിലാണ് അവിടെ മിസ്യൂസ് വരുന്നതെന്ന് ചോദിച്ചാല് ഇൻഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഇല്ലീഗൽ ഫീമെയിൽ ഫൈറ്റിസൈഡ്സ്, അവിടെയാണ് ഇവിടുത്തെ മിസ്യൂസ് വരുന്നത്. കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, സെക്സ് ഡിറ്റർമിനേഷൻ നടത്തി കഴിഞ്ഞിട്ട് യാതൊരു വിവേചനവുമില്ലാതെ നിയമപ്രകാരം അല്ലാതെയുള്ള ഫീമെയിൽ ഫൈറ്റിസൈഡ്, പെൺഭ്രൂണ ഹത്യ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അത് ഒരിക്കലും പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് കണ്ടീഷനോടുകൂടെയാണ് 1971 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MTPയെ ലീഗലൈസ് ചെയ്തത്. Such restrictions are all the more important to check indiscriminate and illegal female foeticides which are reported to be high in India. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിൽ ഈ ഒരു ഫീമെയിൽ ഫോയിറ്റിസൈഡ് വളരെ കൂടുതലായിട്ട് നടക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. എന്തിനാണ് MTP ചെയ്യേണ്ടി വരിക? MTP is to get rid of unwanted pregnancies. അപ്പോൾ ആഗ്രഹപ്രകാരം ഉള്ളതല്ലാത്ത പ്രഗ്നൻസീസ് അവിടെ എങ്ങനെയൊക്കെ സംഭവിക്കാം? either due to casual unprotected intercourse. നേരത്തെ നമ്മൾ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചു അല്ലെ? ഇപ്പൊ കൺട്രാസെപ്റ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെ, യാതൊരു ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അടുത്ത കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുന്നു എങ്കിൽ, അതല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ MTP ചെയ്യേണ്ടി വരും. കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് ഓർ ഫെയിലിയർ ഓഫ് ദ കൺട്രാസെപ്റ്റീവ്, അപ്പൊ അങ്ങനെയും സംഭവിക്കാം.
കൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചു, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. ഡ്യൂറിങ് കോയിറ്റസ് ഓർ റേപ്സ്. അപ്പൊ അവിടെ അടുത്തൊരു കണ്ടീഷൻ കൂടെ വരികയാണ്. ഒരു റേപ്പ് അറ്റംപ്റ്റിന്റെ ഫലമായിട്ട് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി. അപ്പൊ ആ പ്രഗ്നൻസി ആ കുഞ്ഞിനെ വളരാൻ അനുവദിക്കുന്നില്ല, അതിനെ നശിപ്പിച്ച് കളയാം എന്ന് ചിന്തിച്ചാൽ അവിടെ നമുക്ക് MTP നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. MTP is to get rid of unwanted pregnancies either due to casual unprotected intercourse or failure of the contraceptive used during coitus or rapes. MTPs are also essential in certain cases where continuation of the pregnancy could be harmful or even fatal either to the mother or to the fetus or both. ആ ഒരു സാഹചര്യത്തിന് MTP പരിഗണിക്കാം. ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിനും ഹാനികരമാണ്, അമ്മയ്ക്കും ഹാനികരമാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്തിന്റെ ഒരു രീതിയാണ് യൂട്രസിനകത്ത് ആ കുഞ്ഞിനുണ്ടാകുന്നെങ്കിൽ ആ കുഞ്ഞിനെ വളരാൻ അനുവദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ MTP നമുക്ക് എന്ത് ചെയ്യാം? അഡ്വൈസ് ചെയ്യാം. NTPs are considered relatively safe during the first trimester. അപ്പൊ അടുത്തൊരു ചോദ്യം വരികയാണ്, എപ്പോഴൊക്കെയാണ് MTP ചെയ്യാൻ പറ്റുന്നത്? എത്ര മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ വരെ നശിപ്പിക്കാം? അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ് ടു 12 weeks ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം. 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞിനെ എന്ത് ചെയ്യാം? നശിപ്പിച്ച് കളയാം. അല്ലെങ്കിൽ 12 weeks ഓഫ് പ്രഗ്നൻസി 12 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ വരെ വളർച്ചയുള്ള കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞാൽ അമ്മയ്ക്കോ പ്രത്യേകിച്ചൊരു ദോഷവും സംഭവിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്കാണ് കടന്നിട്ടെങ്കിൽ, എന്നിട്ടാണത് അബോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് കൂടുതൽ സ്ഥിതി ഗുരുതരമാക്കും. അമ്മയ്ക്ക് ബ്ലീഡിങ്ങും മറ്റും ഉണ്ടായി അമ്മ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. Second trimester abortions are much more riskier. One disturbing trend observed is that a majority of the MTPs are performed illegally by unqualified cocks. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ നടക്കുന്ന MTPസില് ഭൂരിഭാഗം MTPസും അബോർഷൻസും ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് കോക്സ്. ഡോക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, വ്യാജ ഡോക്ടർമാരെന്ന് നമ്മൾ പറയേണ്ടി വരും. അതാണ് ഇവിടെ അൺക്വാളിഫൈഡ് കോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് ആർ നോട്ട് ഓൺലി അൺസേഫ് ബട്ട് കുഡ് ബി ഫേറ്റൽ ടു. അപ്പൊ ഇത് അൺസേഫുമാണ്, അതുപോലെ തന്നെ മാതാവിന് ഹാനികരവുമായിട്ടുള്ള രീതിയിലേക്കും മാറാം. Another dangerous trend is the misuse of amniocentesis to determine the sex of the unborn child. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ആംനിയോസെന്റിസിസ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് സെക്സ് ഡിറ്റർമിനേഷൻ നടത്താം. ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഫീറ്റൽ സെൽസ് ഉണ്ടാകും. ആ ഫീറ്റൽ സെൽസിനെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞാണാണോ പെണ്ണാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? MTP ചെയ്യുന്നു. Frequently, if the fetus is found to be female, it is followed by MTP. This is totally against what is legal. ഇത് നിയമപ്രകാരം ഒട്ടും അനുവദിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഫീമെയിൽ ഫോയിറ്റിസൈഡ് എന്ന് പറയുന്നത്. Such practices should be avoided because these are dangerous both for the young mother and the fetus. ഈ രീതിയിൽ നടത്തുന്ന MTPs എന്ന് പറയുന്നത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ ജീവന് ഹാനികരമായിട്ട് മാറുകയാണ്. Effective counseling on the need to avoid unprotected coitus. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂത്തിന്, യങ് ജനറേഷൻസിന് എഫക്റ്റീവായിട്ട് കൗൺസിലിംഗ് കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. എന്ത് മനസ്സിലാക്കി കൊടുക്കുക? അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ്. അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ നടത്തുന്ന ശാരീരിക ബന്ധം, സെക്സ്വൽ ഇന്റർകോഴ്സ്. ആൻഡ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇല്ലീഗൽ അബോർഷൻസ്. അതുപോലെ എന്ത് മനസ്സിലാക്കണം? ഈ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് നടത്തുന്ന അബോർഷൻസ്.
as well as providing more health care facilities could help to avoid MTPs. അപ്പോൾ കൂടുതൽ ഹെൽത്ത് ഫെസിലിറ്റീസ് എല്ലാവർക്കും ലഭ്യമാക്കി കൊടുത്ത് എന്ത് ചെയ്യണം, MTPs അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, STIs. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Infections or diseases which are transmitted through sexual intercourse are collectively called sexually transmitted infections, STIs, അല്ലെങ്കിൽ venereal diseases or VD, അല്ലെങ്കിൽ reproductive tract infections or RTI. എന്താണ് STIs എന്ന് പറഞ്ഞാൽ? ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങളെയാണ് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് STI. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസസ്, അതല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, RTIs എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ ഡിസീസസ് നോക്കൂ. ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്സ്, ക്ലമീഡിയാസിസ്, ജനൈറ്റൽ വാട്ട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ എയ്ഡ്സ്. ഡിസീസിന്റെ പേരുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്സ്, ക്ലാമീഡിയാസിസ്, ജനൈറ്റൽ വാട്ട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. ഈ ഡിസീസസിനെയാണ് കോമൺലി നമ്മൾ STIs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസസ്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV ക്യാൻ ആൾസോ ബി ട്രാൻസ്മിറ്റഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് HIV ഇൻഫെക്ഷൻസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഇൻഫെക്ഷൻസ് അല്ലെ, എയ്ഡ്സ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും സെക്ഷൽ കോണ്ടാക്ട് വഴി മാത്രമല്ല. ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ്, ഒരേ നീഡിൽസ് ഉപയോഗിച്ച് ഒന്നിലധികം പേരിൽ കുത്തിവെക്കുന്നതിലൂടെ ഈ എയ്ഡ്സ് പകരാം. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൂടെ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഒരാളിൽ നിന്ന് ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റൊരാളിൽ ഉപയോഗിക്കുന്നത് വഴി പകരാം. വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്, രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പകരാം. അല്ലെങ്കിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരാം. ഈ രീതിയിലൊക്കെ പകരാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും HIV. നേരത്തെ പറഞ്ഞ മറ്റ് STIs ലൈംഗിക ബന്ധങ്ങൾ വഴി മാത്രം പകരുന്നതാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും HIV ഇൻഫെക്ഷൻസും ഇഞ്ചക്ഷൻ നീഡിൽസ് ഷെയർ ചെയ്യുന്നത് വഴി, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വഴി, ഇൻഫെക്റ്റഡ് പേഴ്സൺസിൽ നിന്നും കിട്ടാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി കിട്ടാം, ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും ഫീറ്റസിലേക്ക് വഴി കിട്ടാം. അപ്പൊ അങ്ങനെ പല രീതിയിലും ഈ രണ്ട് ഡിസീസസും പകരാവുന്നതാണ്. STI എന്നുള്ള മാത്രം രീതിയിലല്ല. Except for hepatitis B, genital herpes and HIV infections. മൂന്ന് ഡിസീസസ് ആരൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബി, ജനൈറ്റൽ ഹെർപ്സ്, HIV ഇൻഫെക്ഷൻ, എയ്ഡ്സ്. അതർ ഡിസീസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി ആൻഡ് ട്രീറ്റഡ് പ്രോപ്പർലി. ഈ പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ തന്നെ ജനൈറ്റൽ ഹെർപ്സും HIV ഒഴികെ മറ്റെല്ലാ ഡിസീസസും, ഗൊണേറിയയും സിഫിലിസും ക്ലാമീഡിയാസിസും ജനൈറ്റൽ വാട്ട്സും ട്രൈക്കോമോണിയാസിസും ഒക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റുന്ന ഡിസീസസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡിസീസസിന്റെ സിംറ്റംസ് എന്ന് നോക്കാം. STIസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഏർലി സിംറ്റംസ് ഓഫ് മോസ്റ്റ് ഓഫ് ദീസ് ആർ മൈനർ, വളരെ ചെറിയ സിംറ്റംസ് ആയിരിക്കും. ഇൻക്ലൂഡ് ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിംഗ് എക്സെട്ര ഇൻ ദ ജനൈറ്റൽ റീജിയൻ. ഇപ്പൊ ജനൈറ്റൽ റീജിയനിൽ എസ്പെഷ്യലി മെയിൽസിലാണെങ്കിൽ പെനിസിന്റെ പാർട്ടില്, ഫീമെയിൽസിലാണെങ്കിൽ വജൈനയിലും ഒക്കെ ഇച്ചിങ് ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവുക, സ്ലൈറ്റ് പെയിൻ ചെറിയ വേദന,
വീക്കം, സ്വെല്ലിങ്. ഇതൊക്കെ ജനൈക്കൽ റീജിയൻസിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇൻഫെക്റ്റഡ് ഫീമെയിൽസ് മേ ഓഫൺ ബി അസിംപ്റ്റോമാറ്റിക്. ഇപ്പോൾ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രകടമായി എന്ന് വരില്ല. അതാണ് ഇവിടെ അസിംപ്റ്റോമാറ്റിക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംറ്റം കാണില്ല. ആൻഡ് ഹെൻസ് മേ റീമെയിൻ അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ്. അപ്പൊ വളരെ കാലം ചിലപ്പോൾ ഈ ഡിസീസ് ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ ലേറ്റർ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓർ ലെസ് സിഗ്നിഫിക്കന്റ് സിംറ്റംസ് ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് ഇൻഫെക്ഷൻ കുഡ് ലീഡ് ടു കോംപ്ലിക്കേഷൻസ് ഇൻ ദ ലേറ്റർ സ്റ്റേജ്. അപ്പോൾ ആദ്യത്തെ സിംറ്റംസിന്റെ ആബ്സെൻസോ അല്ല വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിംറ്റംസോ ആണെങ്കിൽ നമ്മളത് കെയർ ചെയ്യാതെ ചികിത്സിക്കാതെ പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് PID എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിക് റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? അടിവയറിന്റെ ഭാഗം. ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുക, ഓവറി, ടെസ്റ്റിസ് ഒക്കെ ഇൻഫ്ലെയിംഡ് ആവുക, വീക്കം ഉണ്ടാവുക, ഫാലോപ്പിയൻ ട്യൂബ് ഇൻഫ്ലെയിംഡ് ആവുക, ഓവറി ഇൻഫ്ലെയിം ആവുക, യൂട്രസിനകത്ത് ഇൻഫ്ലെയിം ആവുക, എല്ലായിടത്തും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക, വീക്കം ഉണ്ടാവുക, അബോർഷൻസ്, പ്രഗ്നന്റ് ആകാതെ അബോർട്ടായി പോവുക, സ്റ്റിൽ ബർത്ത്സ്, അതായത് കുഞ്ഞ് അമ്മയുടെ യൂട്രസിനകത്ത് വെച്ച് തന്നെ മരിച്ചു പോകുന്ന അവസ്ഥ, സ്റ്റിൽ ബർത്ത്. ഇനി ലേറ്റർ സിംറ്റംസ് എക്ടോപിക് പ്രഗ്നൻസീസ്. അപ്പൊ ഇതിന്റെ മറ്റൊരു സിംറ്റമാണ് എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് പറയുന്നത്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന ഓവം എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷന് ശേഷം ഈ ഫലോപ്പിയൻ ട്യൂബിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് യൂട്രസിലെത്തിയിട്ട് എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റ് ആകും. എന്നാൽ ഈ സിംറ്റംസ്, ഈ STIയുടെ പ്രശ്നങ്ങളുള്ള ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കാം? ഈ സ്മൂത്ത് മൂവ്മെന്റ്, ഓവത്തിന്റെ ഫാലോപ്പിയൻ ട്യൂബിൽ കൂടിയുള്ള സ്മൂത്ത് മൂവ്മെന്റ് സാധ്യമാവില്ല. അത് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആയതിനു ശേഷം കുഞ്ഞ് എന്ത് ചെയ്യും? ഈ ഫാലോപ്പിയൻ ട്യൂബിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇംപ്ലാന്റേഷന് വിധേയമായിട്ട് വളരാൻ ആരംഭിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്യൂബൽ പ്രഗ്നൻസീസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം STIs ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഇൻഫെർട്ടിലിറ്റി, സ്ഥിരമായിട്ടുള്ള വന്ധ്യത ഉണ്ടാകാം. ഓർ ഈവൻ ക്യാൻസർ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. യൂട്രസിലും അതുപോലെ സെർവൈക്കസിലും വജൈനയിലും ഒക്കെ ക്യാൻസർ ബാധിക്കാൻ വരെ ഈ STIs കാരണമാകും. STIs are major threat to healthy society. Therefore, prevention of early detection and cure of these diseases are given prime consideration under the reproductive health care programs. നമ്മുടെ RCH പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ആരംഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അത് വളരെ പെട്ടെന്ന് നമുക്കത് ചികിത്സിച്ച് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ശരിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു STI വരാതിരിക്കണമെങ്കിൽ, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക ലൈഫിൽ. എന്തൊക്കെയാ പ്രിൻസിപ്പിൾസ്? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഇപ്പൊ ജീവിതത്തില് ഒരു പങ്കാളി മാത്രം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മറ്റൊരു പങ്കാളിയെ തേടി പോകാതിരിക്കുക. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ആൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. ഈ ഒരു STIക്കുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? കോണ്ടംസ് ഉപയോഗിക്കുക. ലൈംഗിക ബന്ധത്തിൽ കോണ്ടംസ് ഉപയോഗിക്കുക. ഇൻ കേസ് ഓഫ് ഡൗട്ട്, ഗോ ടു എ ക്വാളിഫൈഡ് ഡോക്ടർ for early detection and get complete treatment if diagnosed with the disease. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ കണ്ട് നേരത്തെ രോഗം തിരിച്ചറിയുക, ട്രീറ്റ് ചെയ്യുക, സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ STIs വരാതെ സൂക്ഷിക്കാം. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ആൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. In case of doubt, go to a qualified doctor for early detection and get complete treatment if diagnosed with the disease.
ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. Inability to conceive or produce children even after 2 years of sexual cohabitation is called infertility. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ഒരുമിച്ച് ലൈംഗിക ജീവിതം നയിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. ഇന്നബിലിറ്റി ടു കൺസീവ്, ഗർഭം ധരിക്കാനുള്ള കഴിവില്ലായ്മ, ഓർ പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈവൻ ആഫ്റ്റർ 2 years ഓഫ് സെക്ഷൽ കോഹാബിറ്റേഷൻ. 2 വർഷത്തോളം തുടർച്ചയായിട്ട് സെക്ഷൽ കോഹാബിറ്റേഷൻ നടത്തിയിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഗർഭധാരണം നടക്കാത്തത്? The reasons for this could be many. ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. കൺജനിറ്റൽ, ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം. എന്തെങ്കിലും രോഗങ്ങൾ, ഡിസീസസ് കൊണ്ടാകാം. എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടാകാം. ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലംസ്, എന്തെങ്കിലും ഇമ്മ്യൂണോളജിയുമായിട്ട് രോഗപ്രതിരോധ സംവിധാനങ്ങളും ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം കൊണ്ടാകാം. ഓർ ഈവൻ സൈക്കോളജിക്കൽ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം. In India, often the female is blamed for the couples being childless. അപ്പോൾ കുട്ടികളില്ലാത്തതിന് ഫീമെയിൽസിനെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ബ്ലെയിം ചെയ്യുന്നത്, കുറ്റപ്പെടുന്നത്. ബട്ട് മോർ ഓഫൺ ദാറ്റ് നോട്ട് ദ പ്രോബ്ലം ലൈസ് ഇൻ ദ മെയിൽ പാർട്ട്. പക്ഷെ കൂടുതൽ കേസസിലും മെയിൽസിലാണ് പ്രോബ്ലം എന്ന് കണ്ടെത്താറുള്ളത്. സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് ഓർ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് help in diagnosis and corrective treatment of some of these disorders and enable these couples to have children. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്തി ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സഹായിക്കുന്ന ക്ലിനിക്സിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് എന്ന് വിളിക്കുന്നത്. If corrections in infertility clinics are not possible, the couples could be assisted to have children through certain special techniques commonly known as assisted reproductive technology. ഷോർട്ട് ഫോമിൽ നമ്മൾ ആർട്ട് എന്ന് വിശേഷിപ്പിക്കും. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് വഴി നോക്കി എന്താണ് പ്രശ്നമെന്ന് നോക്കി കണ്ടെത്തി മജോറിറ്റി കേസസിലും എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള രീതിയിലേക്ക് അവരെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചില കേസസിൽ വരുമ്പോഴത്തേക്കും നോർമൽ ആയിട്ടുള്ള ഗർഭധാരണം നടക്കില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ അതിനെ സഹായിക്കുവാനായിട്ട് ഉള്ള ടെക്നിക്സുകൾ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അഥവാ ആർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഈ ഒരു ടെക്നോളജിയിൽ ആർട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. IVF ഫോളോഡ് ബൈ ET ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. IVF എന്ന് പറയുമ്പോൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ദെൻ ഗിഫ്റ്റ് അഥവാ ഗമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. അതുപോലെ ICSI അഥവാ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും 4 ടെക്നിക്സ് ആണ് ആർട്ടിൽ ഉപയോഗിക്കുന്നത്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്താന്ന് നോക്കാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അപ്പൊ ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ, അതായത് ശരീരത്തിന് പുറത്തു വെച്ച് ലബോറട്ടറിയിൽ നടത്തുന്ന ഒരു ടെക്നിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻവിട്രോ എന്ന ടേം ഉപയോഗിക്കുന്നത്. ഇൻവിട്രോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി, ഇൻ വിവോ മീൻസ് ഇൻസൈഡ് ദ ബോഡി. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എവിടെ നടത്തുന്നു? ഇൻവിട്രോ, ഔട്ട്സൈഡ് നടത്തുന്നു. അപ്പോൾ ഫീമെയിൽസിൽ നിന്നും എഗ് കളക്ട് ചെയ്യുന്നു, മെയിൽസിൽ നിന്നും സ്പേം കളക്ട് ചെയ്യുന്നു. ഇത് രണ്ടും ലബോറട്ടറിയിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഫെർട്ടിലൈസ് ചെയ്തിട്ട് എംബ്രിയോ ആക്കി മാറ്റിയിട്ട് ആ എംബ്രിയോയെ എന്ത് ചെയ്യുന്നു, യൂട്രസിനകത്തേക്ക് നിക്ഷേപിക്കുന്നു. അപ്പൊ അതിൽ വിവിധ ടെക്നിക്കുകളുണ്ട്, നോക്കാം നമുക്ക്.
in vitro fertilization outside the body in almost similar conditions as that in the body, followed by embryo transfer is one of such methods. അപ്പോൾ ആർട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത് എന്താണ്? IVF നടത്തുന്നു. അതായത് എന്താണ്? ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി. ഫീമെയിൽസിൽ നിന്നും എഗ്ഗ് കളക്ട് ചെയ്യുന്നു, മെയിലിൽ നിന്നും സ്പേംസ് കളക്ട് ചെയ്യുന്നു. രണ്ടും ലബോറട്ടറിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യലി ഫെർട്ടിലൈസേഷന് വിധേയമാക്കുന്നു. ഈ പ്രോഗ്രാമിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു ടേം ആണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓവ ഫ്രം ദ വൈഫ് ഓർ ഡോണർ ഓർ ഫീമെയിൽ ആൻഡ് സ്പേംസ് ഫ്രം ദ ഹസ്ബൻഡ് ഓർ ഡോണർ. അപ്പൊ ഇവിടെയും ഡോണർ എന്നുള്ള ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫിന് സ്വന്തമായിട്ട് ഓവ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഫീമെയിൽ ആണെങ്കിൽ അവർക്കൊരു ഡോണറിൽ നിന്നും എന്ത് ചെയ്യാം? ഒരു ഓവം സ്വീകരിക്കാം. അതുപോലെ ഹസ്ബൻഡില് സ്പേം പ്രൊഡക്ഷനിൽ ഡിഫിക്കൽറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള സ്പേംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും എന്ത് സ്വീകരിക്കാം? ഒരു ഡോണറിൽ നിന്നും സ്പേം സെൽസ് സ്വീകരിക്കാം. അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ടായിട്ട് മാറാൻ അനുവദിക്കുന്നു. അണ്ടർ സിമുലേറ്റഡ് കണ്ടീഷൻസ് ഇൻ ദ ലബോറട്ടറി. സിമുലേറ്റഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരത്തിന് അകത്തുള്ള സിമിലർ അറ്റ്മോസ്ഫിയർ ലബോറട്ടറിക്കകത്ത് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് എന്താ ചെയ്യുക? ദ സൈഗോട്ട് ഓർ എർലി എംബ്രിയോസ് അപ് ടു 8 blastomeres is transferred into the fallopian tube known as SIFT, zygote intra-fallopian transfer. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ട് ക്ലീവേജിന് വിധേയമാകും. ക്ലീവേജിന് വിധേയമാകുമ്പോൾ കിട്ടുന്ന സെൽസുകളെയാണ് നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിൽ എത്തുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഫീമെയിൽസിന്റെ ഫാലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ബാക്കി പ്രോസസ്സ് നോർമലായിട്ട് നടത്തുന്നു. ഇപ്പൊ ഫെർട്ടിലൈസേഷൻ മാത്രം ഔട്ട്സൈഡിൽ നടത്തുന്നു. ആദ്യത്തെ സെൽ ഡിവിഷൻ 8 ബ്ലാസ്റ്റോമിയർ ആകുന്നത് വരെയുള്ള സെൽ ഡിവിഷനും ലബോറട്ടറിയിൽ നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു എംബ്രിയോയെ ആർട്ടിഫിഷ്യൽ ടെക്നിക്കിലൂടെ ഫീമെയിലിന്റെ ഓവിഡക്റ്റിനകത്തേക്ക് അല്ലെങ്കിൽ ഫാലോപ്യൻ ട്യൂബിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ. സൈഗോട്ടിനെ എന്ത് ചെയ്യുന്നു? ഫാലോപ്യൻ ട്യൂബിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. ഇനി എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പൊ 8 ബ്ലാസ്റ്റോമിയറിലും കൂടുതൽ അത് ഗ്രോത്ത് ഉള്ള എംബ്രിയോ ആണെങ്കിൽ അതിനെന്ത് ചെയ്യാം? നേരിട്ട് യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ 8 ബ്ലാസ്റ്റോമിയർ വരെ ആണെങ്കിൽ അത് ഫാലോപ്യൻ ട്യൂബിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അതിൽ കൂടുതൽ വളർച്ച എത്തി, ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ എത്തി എങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? യൂട്രസിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കാം. അപ്പൊ അങ്ങനെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ IUT എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുക. ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന വിശേഷിപ്പിക്കുക. ഇനി എംബ്രിയോസ് ഫോംഡ് ബൈ ഇൻവിവോ ഫെർട്ടിലൈസേഷൻ, അതായത് ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ, ആൾസോ യൂസ്ഡ് ഫോർ എംബ്രിയോ ട്രാൻസ്ഫർ. ഇപ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, മറ്റു പ്രോസസ്സുകൾക്കെല്ലാം നടത്താൻ പറ്റുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു ലേഡിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തിൽ വെച്ച് ഈ ഒരു പ്രോസസ് നടത്തിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയെ എന്ത് ചെയ്യാം? ഈ ഒരു ലേഡിക്കകത്ത് യൂട്രസിനകത്തേക്ക് നിക്ഷേപിക്കാം. അതായത് എംബ്രിയോസ് ഫോംഡ് ബൈ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ബോഡിക്ക് അകത്ത് വെച്ച് നടന്ന ഫെർട്ടിലൈസേഷൻ, ബോഡിക്ക് അകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്ന എംബ്രിയോയെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു ഫീമെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വളരാൻ അനുവദിക്കാം. അപ്പൊ അങ്ങനത്തെ നടത്തുന്ന പ്രോസസ്സാണ് നമ്മൾ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻ വിവോ ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന എംബ്രിയോസിനെയും IUTക്ക് ഉപയോഗിക്കാം, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറിന് ഉപയോഗിക്കാം. അങ്ങനെ നോർമലായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ലേഡികൾക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടെ കൺസീവ് ചെയ്യാൻ പറ്റും. ഇനി ഗിഫ്റ്റ് അഥവാ ഗമീറ്റ് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ, അടുത്ത ടെക്നിക്ക് നോക്കാം. ഗമീറ്റ് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ അഥവാ എന്ത് പേരിൽ വിളിക്കുന്നു? ഗിഫ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരെയാണ്? ഗമീറ്റിനെയാണ്. നേരത്തെ നമ്മൾ IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്തത് എംബ്രിയോസിനെയാണ്.
സൈഗോട്ടിനെയാണ് അല്ലെങ്കിൽ എംബ്രിയോ ആണ്. ബ്ലാസ്റ്റോമിയർ സ്റ്റേജിൽ എത്തുന്ന 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ അതിനെ ഫലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതലാണെങ്കിൽ യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ. എന്നാൽ ഇവിടെ ഗമീറ്റ് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ. ഇപ്പോൾ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല. അപ്പോൾ ആ ലേഡിക്ക് മറ്റൊരു ലേഡിയിൽ നിന്ന് ഓവം സ്വീകരിക്കാം. ആ ഓവത്തിന് എന്ത് ചെയ്യാം? ഓവിഡക്റ്റിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഗമീറ്റ് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ. Transfer of an ovum collected from a donor into the fallopian tube of another female who cannot conceive. Ovum collected from a donor into the fallopian tube of another female. ഒരു ഫീമെയിലിൽ നിന്നും കളക്ട് ചെയ്ത ഓവം മറ്റൊരു ഫീമെയിലിന്റെ ഫാലോപ്യൻ ട്യൂബിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഹു കനോട്ട് പ്രൊഡ്യൂസ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റു പ്രോസസ്സുകളെല്ലാം നടക്കും. ബാക്കി മറ്റ് പ്രോസസ്സർ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും ബാക്കി ജസ്റ്റേഷൻ പ്രോസസ്സും എല്ലാം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ എന്തിന് കപ്പാസിറ്റി ഇല്ല? ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേഡിയിൽ മറ്റൊരു ഡോണറിൽ നിന്നും ഓവം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫെർട്ടിലൈസേഷൻ നടത്താൻ സാധിക്കും. ട്രാൻസ്ഫർ ഓഫ് ആൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദ ഫാലോപ്യൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ ഹു കനോട്ട് പ്രൊഡ്യൂസ് വൺ but can provide suitable environment for fertilization and further development is known as gift അഥവാ gamete intrafallopian transfer. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഇൻട്രാസൈറ്റോപ്ലാസമിക് സ്പേം ഇഞ്ചക്ഷൻ അഥവാ ICSI എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻട്രാസൈറ്റോപ്ലാസമിക് സ്പേം ഇഞ്ചക്ഷൻ. എന്താണ് ഈ പ്രോസസ് എന്ന് നോക്കൂ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ സ്പേം ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ഓവം ടു ഫോം ദ സൈഗോട്ട് ഇൻ ദ ലബോറട്ടറി. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഒരാളിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഗ്ഗിനെയും സ്പേമിനെയും കളക്ട് ചെയ്തിട്ട് ലബോറട്ടറിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. സ്പേമിനെ എഗ്ഗിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. സ്പേമിന്റെ ഹെഡിനെ എഗ്ഗിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് നടത്തുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാസൈറ്റോപ്ലാസമിക് സ്പേം ഇഞ്ചക്ഷൻ അഥവാ ICSI. ICSI ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്പേമിന് എഗ്ഗിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് നടത്തുന്ന ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിനെയാണ് ICSI അഥവാ ഇൻട്രാസൈറ്റോപ്ലാസമിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്താണെന്ന് നോക്കാം. Infertility cases either due to inability of the male partner to inseminate the female. എന്താ പ്രശ്നം? മെയിൽ പാർട്ണറിന് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുന്നില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല, ഇജാക്കുലേഷൻ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് എത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? അപ്പോ അങ്ങനത്തെ സാഹചര്യത്തില് എന്ത് ചെയ്യാം? സെമനിനെ സെപ്പറേറ്റ് കളക്ട് ചെയ്തിട്ട് യൂട്രസിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാം. ഇൻഫെർട്ടിലിറ്റി കേസസ് either due to inability of the male partner to inseminate ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡ്യൂ ടു വെരി ലോ സ്പേം കൗണ്ട്സ്. ആ മെയിൽ പാർട്ട്ണറിന്റെ സ്പേം കൗണ്ട് കുറവായിരിക്കാം. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. സ്പേംസ് കളക്ട് ചെയ്തിട്ട് ഫീമെയിൽസിന്റെ വജൈനയ്ക്കകത്തേക്ക് എന്ത് ചെയ്യാം? ഇഞ്ചക്ട് ചെയ്യാം. In this technique, semen collected either from the husband. അപ്പൊ ഇവിടെയും ഹസ്ബൻഡിൽ നിന്നാകാം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡോണറിൽ നിന്നാകാം. ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് either into the vagina. വജൈനയ്ക്കകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്രസിനകത്തേക്ക് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ യൂട്രസിനകത്തേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മറ്റൊരു ടേം ഉപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കാം. ദാറ്റ് ഈസ് IUI. ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. IUI. ഇൻസെമിനേഷൻ നടത്തുന്നത് വജൈനയ്ക്കകത്തേക്ക് ചെയ്യാം, അല്ലെങ്കിൽ യൂട്രസിനകത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു ടേമാണ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെമൻ കളക്ട് ചെയ്യുന്നത് ഡോണറിൽ നിന്നും ആകാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്നും ആകാം. കളക്ട് ചെയ്തിട്ട് അതിനെ വജൈനയ്ക്കകത്തേക്കോ അല്ലെങ്കിൽ യൂട്രസിനകത്തേക്കോ കടത്തിവിടുക. ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഈ ആർട്ട് വഴിയുള്ളത്? ആർട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? All these techniques require extremely high precision,
ഹാൻഡ്ലിംഗ് ബൈ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റേഷൻ. ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞു പോയപ്പോൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോയി എങ്കിലും ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എഗ്ഗ് കളക്ട് ചെയ്യുക, സ്പേം കളക്ട് ചെയ്യുക, അത് ലബോറട്ടറിയിൽ വെച്ച് ഫെർട്ടിലൈസേഷന് വിധേയമാക്കുക, ആ എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്യുക, എഗ്ഗിനകത്തേക്ക് സ്പേമിനെ ഇഞ്ചക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞു പോയി എങ്കിലും ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ കൃത്യതയോടുകൂടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിന് ഉള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. Therefore, these facilities are presently available only in very few centers in the country. രാജ്യത്ത് തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ സഹായത്തിന് ഉള്ളൂ. Obviously, their benefit is affordable to only a limited number of people. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ആർട്ട് ടെക്നോളജീസിന്റെ സഹായം ലഭിക്കുന്നുള്ളൂ. ഇമോഷണൽ, religious and social factors are also involved in these methods. അത്തരം മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ആളിൽ നിന്നും സ്പേം സെൽസ് സ്വീകരിക്കുന്നു, മറ്റൊരു ലേഡിയിൽ നിന്നും എഗ് സെൽസ് സ്വീകരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡോണറിൽ നിന്നും സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു എത്തിക്കൽ ഇഷ്യൂ അവിടെ വരികയാണ് അല്ലേ. ആ കുഞ്ഞിന് ജനറ്റിക്കലി അത് ആരുടെ കുഞ്ഞാണ് എന്നുള്ളത്, പ്രസവിക്കുമ്പോൾ അമ്മ പ്രസവിക്കുന്നുവെങ്കിലും മറ്റൊരാളിന്റെ എഗ്ഗും മറ്റൊരാളിന്റെ സ്പേമും സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇഷ്യൂസ് വരികയാണ്? അവിടെ ഇമോഷണലായിട്ടും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരികയാണ്. ജനറ്റിക്കലി ആ കുഞ്ഞിന്റെ ഫാദറും മദറും വേറെ വരുന്നു. അപ്പൊ അത്തരം ഇഷ്യൂസ് ഒക്കെ നമ്മൾക്ക് ഇവിടെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ഏറ്റവും നമുക്ക് അനുവർത്തിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് ലീഗൽ അഡോപ്ഷൻ. നിയമപ്രകാരം എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക. In India, we have so many orphaned and destitute children. അപ്പോൾ അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള ധാരാളം കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവര് അത്തരം കുഞ്ഞുങ്ങളെ കണ്ടെത്തി സംരക്ഷിച്ചാൽ മാത്രമേ അവർ രക്ഷപ്പെടുന്നു എന്നുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിയമം എന്തിന് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്? നിയമപ്രകാരമുള്ള ദത്തെടുക്കലിന് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. Our law permits legal adoption and it is the best method for couples looking for parenthood. അപ്പൊ ചികിത്സയിലൂടെ ആ ഒരു വന്ധ്യത എന്ന് പറയുന്ന ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദമ്പതിമാർക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും പറ്റിയ ഒരു മെത്തേഡാണ് ദത്തെടുക്കുക എന്നുള്ളത്, കുഞ്ഞുങ്ങളെ ലീഗലായിട്ട് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് അഡോപ്ഷന്റെ ഒക്കെ ഒരു റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 3110 ചിൽഡ്രൻ, 3110 children were adopted 2019-20. അതിൽ തന്നെ 421 ഇന്റർ കൺട്രി അഡോപ്ഷൻസ്, മറ്റ് രാജ്യങ്ങളുടെ നിന്നുള്ള അഡോപ്ഷൻസും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ദമ്പതിമാര് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ, അവര് ചികിത്സയ്ക്ക് വിധേയമായിട്ടും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ അഡോപ്ഷൻ എന്നുള്ള ഒരു മെത്തേഡിലേക്ക് തിരിയണം എന്നുള്ളത് എല്ലാവരും ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. For video lessons, please subscribe to TLP's biology classes. Thank you.